അതിനൊരു പ്രചാരം കിട്ടുന്നുണ്ട്. മതധർമ്മ കിട്ടുന്നുണ്ട്. കാര്യം പലതരത്തിലുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ഒരു പക്ഷേ ഭൂരിഭാഗത്തിന്റെ കൂടെ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതുപോലുള്ള ബുക്കുകളും ആ തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങയുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് സ്പിരിച്വാലിറ്റി? എൻ്റെ അഭിപ്രായമല്ല അത് സൂക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാമെന്നുള്ളൊരു കാര്യമാണ്. എല്ലാ റിലിജൻസും, റിലിജൻ എന്താ പറയുക, ഒരു മലയാളത്തിൽ റിലിജൻ മതം, എല്ലാ മതങ്ങളും തുടങ്ങുന്ന കാലത്ത് അതിൻ്റെ ഒറിജിൻ സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. അതിനകത്തൊരു സെൻട്രൽ കോറ് കാണുന്നത്. കുറേ കാലം ആവുമ്പോൾ അതങ്ങ് പൊളിറ്റിസൈസ് ആയിപ്പോയി. അത് കുറച്ചൊന്ന് അത് ഓർഗനൈസ്ഡ് ആവുമ്പോൾ അതിൻ്റെ ആ എസൻസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നും മങ്ങിപ്പോയി. ചിലതിൽ കൂടുതൽ, ചിലത് കുറവ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റിലിജൻ്റെ കോറിലേക്ക് പോയി അതിൻ്റെ സെൻറ്റർ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന അതാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എപ്പോഴും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഒന്നായിട്ടാണ് കാണുന്നത്. സർവേ ഭവന്തു സുഖിനഃ എന്ന് പറയുന്ന ഒരു വേദിക് ഡിക്റ്റമാണ്. ഏകം സത് വിപ്രാ ബഹുധാ വേദാന്തി എന്ന് ഋഗ്വേദം 2000 കൊല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് 2000 കൊല്ലം എന്ന് വെച്ചാൽ സത്യം ഒന്നേ ഉള്ളൂ, പലരും അതിൽ പല രീതിയിലും കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ, മറ്റത് ശരിയല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയുന്നത് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എസെൻസ് ഓഫ് റിലിജൻ. തുടങ്ങുമ്പോൾ അതായിരുന്നു അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. സ്പിരിച്വൽ ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ടു റെക്കഗ്നൈസ് ഡിവിനിറ്റി ഇൻ ഓൾ ബീങ്സ്. സ്വാമി വിവേകാനന്ദ അടുത്ത് ആരോ ചോദിച്ചു ഭഗവത്ഗീതയുടെ എസെൻസ് എന്താണ്. അദ്ദേഹം പറഞ്ഞു there is immortal entity in all living beings. To discover that either through work or through devotion or through activity or through yoga, this is the aim and substance of the Gita. Other things are subsidiary. അതൊന്നും നമ്മൾ മനസ്സിലാക്കി കിട്ടിയാൽ പിന്നെ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും സ്പിരിച്വലായിട്ട് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. മറ്റൊരു മതത്തിനെ നമ്മൾ കുറ്റം പറയാനും പറ്റൂല. അപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയിൽ പെട്ടെന്ന് ആൾക്കാർ ആകർഷ്ടരാകുന്നത് എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധികൾ കിട്ടുമ്പോഴാണ്, എന്തെങ്കിലും ഒരു പവർ ഒക്കെ കാണിക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള പവർ ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു മഹാൻ എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി കാണിക്കും. അങ്ങനെയാണെങ്കിൽ അത് വേറെ ആർക്കും അനുകരിക്കാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഇത് ഗുണത്തിലേറെ ദോഷത്തിലെ അല്ലെ വിമർശനത്തിലെ കലാശിക്കും. അതെ, എന്താണ് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം? അത് തന്നെയാണ്. ഇത് ഈ പറഞ്ഞതുണ്ടല്ലോ, ആരാണെന്ന് വെച്ചാൽ പ്രഭുപാദ ഭക്തി വേദാന്ത സ്വാമി ഇസ്കോണിന്റെ ഫൗണ്ടറിനോട് ഒരാൾ ചെന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരാളുണ്ട്, ഞാൻ പറയുന്നില്ല ആരാണെന്ന്, അദ്ദേഹം മഹാവിഷ്ണുവാണെന്നാണ്, ശ്രീകൃഷ്ണന്റെ അവതാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഗോൾഡ് ലോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഗോവർദ്ധനഗിരി ചെറിയ വിരലിലെടുക്കാൻ മുക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ കൃഷ്ണനാണെന്ന് ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മനുഷ്യന്റെ ആകർഷണം പിന്നെ ഇതിലേക്കായി പോകും. ട്രൂ സ്പിരിച്വൽ ഡെവലപ്മെന്റിന് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ വിധത്തിൽ? ഇല്ല. പക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ മിറാക്കിൾ ചെയ്തതെന്നാണ് ഒരു വിവേകാനന്ദനെ ഉണ്ടാക്കിയത്, ഇല്ലേ? അപ്പം അതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ധ്യാനമൊക്കെ ചെയ്ത് കുറേ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ മനുഷ്യന് ചില കപ്പാസിറ്റീസ് എല്ലാം ഉണ്ടാവും. അതിന് അതേ ഇൻട്രസ്റ്റും ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പുസ്തകത്തിന്റെ ഏറ്റവും കൂടുതൽ സാധാരണ ഒരാളെടുത്ത് നോക്കുമ്പം ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ഇതിനകത്ത് വളരെ വിചിത്രമായ അത്ഭുതങ്ങളും അതുപോലെ തന്നെയുള്ള അനുഭവങ്ങളുമാണ്. അപ്പം അതിലേക്ക് ഒന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കാതെ സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അങ്ങയുടെ ജീവിതത്തിൽ. അപ്പം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഇതിനകത്ത് വായിച്ച ആൾക്കാർ പറഞ്ഞതും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതുമാണ് ഒരു ഫയർബോളിന്റെ ഒരു ഇൻസിഡന്റ്. ഈ ബുക്കിൽ ഇടണോ, ഇത് ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ 3 ആഴ്ച ആലോചിച്ചിട്ടാണ് ഏതായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് പേഴ്സണലി എനിക്കതിൽ ഡൗട്ടൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഡൗട്ടുണ്ട്. ഞാൻ കണ്ടത്
ഒരു വലിയ ഒരു ലൈറ്റ് പോലത്തെ ഒരു ബോൾ ദൂരെ നിന്ന്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അത് ഫുൾ മൂൺ ആണെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ അത് കുറച്ചുകൂടി ബ്രൈറ്റാണ്. അത് അടുത്ത് വരുന്നതോറും വലുതായി. ശരിക്കും ഭയന്നാണ്, ഞാൻ വിറച്ചാണ് ഇവിടെ ഇരുന്നത് ആ ഗുഹയ്ക്കകത്ത്. ബാബാജി ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹം എവിടെ ചെന്നാലും ഒരു ധൂനി ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൽ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മിന്നൽ ഇടി വീഴുന്ന പോലെ ഒരു ശബ്ദം, അതോടെ അതവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അത് തുറന്നിട്ട് അതിനകത്തുനിന്ന് എന്തോ, അത് പിന്നെ വായിച്ചാൽ അതിൽ കിട്ടും. അതെ അതെ അതെ, അത് വായിച്ചു. അതെ, അത് എൻ്റെ അഭിപ്രായമല്ല, എനിക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് മാത്രമേ ജീവികളുള്ളൂ എന്ന് വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു അരഗൻസ് അല്ലേ? ഇത്രയും വലിയൊരു മിൽക്കി വേക്കകത്ത് ഒരു എർത്ത് ഇൻഹാബിറ്റബിൾ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അരഗൻസ് ആണ്. എത്രയോ ലോകങ്ങളുണ്ട്, എത്രയോ വേൾഡ്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അതുപോലെയുള്ള ഒരു സ്ഫിയറിൽ നിന്ന് വന്ന ഒരു സാധനമാണ് അത്. അതിനകത്ത് ഗ്യാസും ഇല്ല, എമിഷനും ഇല്ല, സീറോ പൊല്യൂഷനുള്ള ഒരു സാധനം തയ്യാറാക്കി കൊണ്ടുവന്ന്, അത് മൈൻഡ് കൊണ്ടാണോ തയ്യാറാക്കുന്നത്, അത് ഫിസിക്കലായിട്ടാണോ തയ്യാറാക്കുന്നത്, നമുക്ക് പറയാൻ വയ്യ. എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനമാണെന്നാണ് എൻ്റെ വിചാരം. അത് മാത്രമല്ല, അതേപോലത്തെ ഒരു പ്രാവശ്യം ഞാൻ രണ്ടാമത് കണ്ടത് ബാബാജി ലാസ്റ്റിൽ എൻ്റെ ഗുരുനാഥന് സമാധിയായപ്പം വന്നു. അതേപോലത്തെ ഒരു ഇതിലാണ് വന്നത്. പക്ഷെ അതിൽ ഇടി ശബ്ദം ഒന്നുമില്ലായിരുന്നു. വളരെ സൈലൻ്റായിട്ട് വന്നിറങ്ങി. അത് ഇങ്ങനെ രണ്ടായിട്ട് ഹാഫായിട്ട് തുറന്ന് അദ്ദേഹം പുറത്തു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല വിമാനങ്ങളും ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ റെയറാണ്. അത് എങ്ങനെ ഇതിപ്പം എന്നും UFO കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ അതായിട്ട് നമ്മളത് കൺഫ്യൂസ് ചെയ്യരുത്. അടുത്തിടെയായിട്ട് വളരെയേറെ വാർത്തകൾ അതിങ്ങനെ ഇപ്പോൾ ഒരു സംഗതി കണ്ടാൽ അത് എക്സ്പാൻഡ് ചെയ്ത് പിന്നെ പലരും കാണും. അത് ഞാൻ അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത് ശരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അതിനകത്തൊരു ജെനുവിനും കാണും. ഇമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിന് എവിടെയെങ്കിലും ഒരു ജെനുവിൻ കാണും. അങ്ങനെ ജെനുവിൻ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അഭിപ്രായത്തിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് വരും. വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു ബെർണാഡ് ഷായുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ലൈഫ് ഈസ് നോട്ട് അബൌട്ട് നോയിങ് വൺ സെൽഫ്, ഇറ്റ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് വൺ സെൽഫ്. വാസ്തവത്തിൽ അതും സത്യമാണ്. കാരണം ഓർഡിനറി ആയിട്ടുള്ള ഒരു ബീയിങ്ങിൽ നിന്നും ഒരു ഡിവൈൻ ബീയിങ്ങിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അതും സ്പിരിച്വലാണ്. ഈ അൽക്കമിസ്റ്റ് എന്ന് പണ്ട് പറയാറുണ്ട്. ഈ അൽക്കമിസ്റ്റ് അപ്പോൾ അൽക്കമിസ്റ്റ് എല്ലാവരും വിചാരിക്കുന്നത് അതൊരു കോപ്പറോ അല്ലെങ്കിൽ അയൺ അതിനെടുത്തിട്ട് എന്തെങ്കിലും അതിലോട്ട് ഇടുമ്പോൾ അത് ഗോൾഡായിട്ട് മാറും, ട്രാൻസ്മ്യൂട്ട് ചെയ്യും മെറ്റൽ. ഫിലോസഫർ സ്റ്റോൺ ടച്ച് ചെയ്യുന്നതെല്ലാം ഗോൾഡായിട്ട് മാറും. വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. പലരും ലൈഫ് മുഴുവൻ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒന്നും ആവാതെ മരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇല്ല. അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബേസായിട്ടുള്ള മൈൻഡ്, ഗ്രോസ് ആയിട്ടുള്ള മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്ത് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ഗോൾഡൻ ആക്കാനുള്ള ഒരു സയൻസ് ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനാണ് അവർ അൽകെമിസ്റ്റ് എന്ന് പറയുന്നത്. അൽകെമിസ്ട്രി എന്ന് പറയുന്നതിന് ഒരു അറബിക് വേർഡാണ്. അൽകീമിയ എന്ന് പറഞ്ഞാൽ വൺ ഹു ഡീൽസ് വിത്ത് കെമിസ്ട്രി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതാണ് ശരിക്കും സൂഫി ടീച്ചിങ്സ് അനുസരിച്ച് അൽകെമിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിനെ ഫിലോസഫർ സ്റ്റോൺ ആരാണ്? ഗുരുവാണ്. അദ്ദേഹം ഒരു സാധാരണ ഗ്രോസ് സോളിനെ എടുത്ത് ടച്ച് ചെയ്ത് അതിനൊരു ഡിവൈൻ സോളാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ബെർണാഡ് ഷാ പറയുന്നത് ഒരു വിധത്തിൽ ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ എസെൻസ്.